പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. അമ്മാനുവേലിന് ആരാധന എന്ന ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങളെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ സ്നേഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ജനമേ, കഴിഞ്ഞ 2 എപ്പിസോഡിൽ കുടുംബങ്ങൾ വിശ്വാസപരമായി അനൈക്യതയിലേക്ക് പോകുകയും ഭാര്യാഭർത്താക്കന്മാരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിക്കുകയും കലഹിക്കുകയും ചെയ്ത് കുടുംബത്തിൽ സ്നേഹം നഷ്ടമായി അങ്ങനെ ദുഃഖകരമായിരിക്കുന്ന കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ കുടുംബങ്ങളിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. ഇതിന് മുഖാന്തരമായി തീരുന്നത് പലപ്പോഴും സ്ത്രീകളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞത്. പുരുഷന്മാരില്ലാത്തപ്പോൾ വചന ശുശ്രൂഷയ്ക്കായി ഭവനങ്ങളിൽ കടന്നു വരുന്നവരെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അങ്ങനെയുള്ള ശുശ്രൂഷകർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ വരുന്നത് എന്ന് 2 വട്ടം ആലോചിക്കുക. ഏതെങ്കിലും സ്വാർത്ഥ ലാഭത്തോടും മോഹത്തോടും കൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അങ്ങനെ വരുന്നവരെ വിട്ടൊഴിയുക. അവരെ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് വചനം നമ്മോട് പറയുന്നത്. ആ അവസ്ഥകളെ തിരിച്ചറിയാതെ വരുന്നവരിൽ നോക്കുകയും വചനം കേൾക്കുവാൻ തുടങ്ങിയാൽ അവസാനം ഉള്ള വിശ്വാസം നഷ്ടമാകുകയും നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്നതായ സമ്പാദ്യങ്ങളെ, സ്വർണം വെള്ളിയോ എന്തൊക്കെയോ നിങ്ങൾക്കുണ്ടോ, അതെല്ലാം ഒരുപക്ഷേ ഈ വചന ശുശ്രൂഷയുടെ മറവിൽ നിങ്ങൾ അവർക്ക് ഉദാരമായി വലിച്ചെറിഞ്ഞു കൊടുക്കുകയോ ചെയ്തു പോകും. ഇന്ന് ഇത് ധാരാളമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഓർക്കുക, ആദാമിനെ ദൈവം ഏദനിലാക്കി ചില കൽപ്പനകൾ കൊടുത്തു. സാത്താൻ അവരെ വീഴിക്കുവാൻ തക്കം നോക്കി നടന്നു. ഹവ്വ തനിച്ചായിരിക്കുമ്പോഴാണ് സാത്താൻ കയറി ചെല്ലുന്നത്. ആദാം ഉള്ളപ്പോൾ സാത്താൻ കയറി ചെല്ലുവാൻ ധൈര്യപ്പെട്ടില്ല. ആദാമിൻ്റെ സാന്നിധ്യമില്ലാത്ത സാഹചര്യത്തിൽ ഹവ്വായെ വശീകരിക്കുവാൻ തക്കവണ്ണം, അവളുടെ ഹൃദയത്തെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം സാത്താന് സാധിക്കുന്നു. അപ്പോൾ ബലഹീനപാത്രങ്ങളെന്ന വചനം തന്നെ ഓർപ്പിക്കുന്നതായ സ്ത്രീകൾ മാത്രമായിരിക്കുമ്പോൾ ദുരുദ്ദേശത്തോടുകൂടെ അസത്യമായതിനെ എടുത്ത് പറഞ്ഞ് സ്ത്രീകളുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുകയും അവരെ വിശ്വാസത്തിൽ കീഴ്പ്പെടുത്തുകയും അതുവഴി കുടുംബത്തിൽ ഭിന്നതയുണ്ടാകുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യങ്ങളെ ഒരു ദൈവിക പരിപാടിയായി കാണുവാൻ നമുക്ക് സാധ്യമല്ല. ഇവർ പറയും, എൻ്റെ നാമത്തിന് വേണ്ടി അപ്പനെയോ അമ്മയെയോ വസ്തുവകകളെയോ നിലങ്ങളെയോ മക്കളെയോ എന്തിനെ ഉപേക്ഷിച്ചാലും ഈ തലമുറയിൽ അത് ഞാൻ 100 ഇരട്ടിയായി മടക്കിത്തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്ന്. ആ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും, അവിടെ ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കുന്നവന് അത് മടക്കിത്തരാമെന്ന് വാഗ്ദത്തമില്ല. വചനം സത്യയോടെ പഠിക്കുക. അവരെ ഉപേക്ഷിപ്പാൻ സാധിക്കില്ല. മാത്രവുമല്ല, അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നേക്കാൾ അധികമായി അവരെ സ്നേഹിക്കരുതെന്നാണ്. അപ്പനെയോ അമ്മയെയോ മക്കളെയോ സമ്പാദ്യങ്ങളെയോ ഒന്നിനെയും കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കരുതെന്നാണ് ആ കൽപ്പനയുടെ അർത്ഥം. അവരെ ഉപേക്ഷിച്ച് കളയുവാനല്ല. അതുകൊണ്ട് ഇവരെയെല്ലാം വിട്ടിട്ട് ഞാൻ വചനത്തിന് പിന്നാലെ പോയി എന്ന് പറയുവാൻ ഒരു ന്യായവുമില്ല. ഇന്ന് അനവധി കുടുംബങ്ങൾ നാശത്തിൻ്റെ പാതയിലാണ്. ചിലർ മദ്യപാനം കൊണ്ട്, ചിലർ അവിഹിതമായ ജീവിതത്തിൻ്റെ മറ്റു ചില മേഖലകൾ മുഖാന്തരം, ചിലർ വ്യർത്ഥമായിരിക്കുന്ന മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപം ചെയ്യുന്നത് മുഖാന്തരം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് വിശ്വാസത്തിൻ്റെയും വചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു. പള്ളികളിലടി, ആരാധന മന്ദിരങ്ങളിലടി,
വിശ്വാസികൾ തമ്മിലടി, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലടി. എവിടെ നോക്കിയാലും കലഹമാണ്, നാശത്തിൻ്റെ ശക്തിയാണ്. ഓർക്കുക, 2-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മോടിങ്ങനെ പറയുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ച് പോകാതെ ഇരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. വഴിയേതാണ്? അവനാരാണ്? അവൻ പുത്രനാണ്. പുത്രനെ ചുംബിക്കുക, വഴിയിൽ വെച്ച് നശിച്ചു പോകും. നമ്മുടെ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ യേശുവിനെ, പുത്രനെ നാം ചുംബിക്കണം. എന്താണ് ചുംബിക്കുക എന്ന് പറയുന്നത്? സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ചുംബനം. എന്താണ് സ്നേഹം? തൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് സ്നേഹം. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് കർത്താവിൻ്റെ സ്നേഹിതൻ. ചുംബിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കണം. നശിച്ചു പോകാതിരിക്കണമോ, ലൗകികമായ വിഷയങ്ങളാലോ ആത്മീയമായ വിഷയങ്ങളാലോ നാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ യഥാർത്ഥമായ വചനം നീ സ്വീകരിക്കണം, സത്യമായ വചനം സ്വീകരിക്കണം. വഴിയിൽ വെച്ച് നശിച്ചു പോകും. ഇത് ഒരു വഴിയാത്രയാണ്. ഈ വഴിയാത്രയിൽ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനോടുകൂടെ നീ ആയിരിക്കണം. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ പുറപ്പാട് 33-ാമത്തെ വാക്യം യഹോവയായ ദൈവം അരുളി ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു: വഴിയിൽ വച്ച് ഞാൻ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുസ്സാഠ്യമുള്ള ജനം ആകുന്നു. വഴിയിൽ വച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കുന്നതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. ദൈവം നടുവിലായിരിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. എന്തെന്നാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ അവൻ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും മരുഭൂമിയിലൂടെ വഴി നടത്തി. ആ ജനം ദുസ്സാഠ്യമുള്ള ജനം, എന്തിനും ഏതിനും പിറുപിറുക്കുന്ന കലഹിക്കുന്ന ഒരു ജനം, കലഹം മോശയോടും ദൈവത്തോടും പിറുപിറുക്കുന്ന ഒരു ജനം. ദൈവജനമേ, നിന്റെ കുടുംബത്തിൽ കലഹവും പിറുപിറുപ്പുമാണോ? അവിടെ ദൈവ സാന്നിധ്യമില്ല. നിന്റെ സഭയിൽ കലഹവും പിറുപിറുപ്പും ബഹളവുമാണോ? അവിടെ ദൈവ സാന്നിധ്യമില്ല. നിന്റെ ആരാധനയിൽ, കുടുംബവും നിനക്ക് സ്വർഗീയമായിരിക്കുന്ന ഒരു ആരാധനയിൽ നീ പങ്കുകൊള്ളുമ്പോൾ ആ ആരാധനയിൽ ഭിന്നതയും കലഹവും കടന്നു വരുന്നുവെങ്കിൽ അവിടെയും യഥാർത്ഥ ദൈവ സാന്നിധ്യമില്ല. തിരിച്ചറിയുക. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും മരുഭൂമിയിലൂടെ നടത്തിയവനായ ഒരു ദൈവം, ആ ദൈവം ഇന്ന് ദുഃഖത്തിലാണ്. ദൈവം പറയുന്നു, മോശയോട് പറയുന്ന വചനം: നിന്റെ നടുവിൽ ഞാൻ ഇരുന്നാൽ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോടുകൂടെ പോരുകയില്ല. എന്തുകൊണ്ട്? നിന്റെ ദുസ്സാഠ്യം നിമിത്തം. ഇന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ലോകപരമായിരിക്കുന്ന വിഷയങ്ങളിലോ ദുസ്സാഠ്യവും കലഹവുമായി ജീവിക്കുന്ന ഏവർക്കുമുള്ളതായ വചനം ഇതാണ്: നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കണമോ? പുത്രനെ ചുംബിക്കണം, പുത്രനെ ചുംബിക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം. അല്ലെങ്കിൽ കുടുംബം തകരും, ബന്ധങ്ങൾ ഉലയും, അപ്പനും അമ്മയും മക്കളും വേറെ വേറെയായിത്തീരും. ഇന്ന് അനവധി കുടുംബങ്ങളിൽ ഈ യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പ്രതിജ്ഞയെടുത്തതുപോലെ നമ്മുടെ കുടുംബങ്ങളും യഹോവയെ സേവിക്കുന്ന അനുഭവത്തിൽ നിലനിൽക്കണം. അതല്ല എങ്കിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ വഴിയിൽ വെച്ച് തകർന്നു പോകും. ഇന്ന് അനവധി കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അനവധി ഭവനങ്ങളിൽ അതിക്രമങ്ങളും അതുപോലെയുള്ളതായിരിക്കുന്ന കൊലപാതകങ്ങൾ നടക്കുന്നു. അന്യോന്യം കൊല്ലുന്നതായ കുടുംബാംഗങ്ങളെ നാം ധാരാളം ഇന്ന് കാണുന്നു. സ്വയം നശിക്കുന്നു, പരസ്പരം നശിപ്പിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവനെ, കാരണം എന്താണ്? നിന്റെ വഴിയാത്രയിൽ
ക്രിസ്തു നിന്നോടുകൂടെയില്ല. നിന്റെ ജീവിതമാകുന്ന തോണിയിൽ ക്രിസ്തു നിന്നോടുകൂടെയില്ല. യേശുവില്ലാത്തതായ നിന്റെ ജീവിതം അത് ശൂന്യമാകുവാൻ പോകുകയാണ്, നാശത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, ശിഷ്യന്മാര് അവർ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ദെബര്യാസ് കടൽക്കരയിൽ കർത്താവ് വന്നതുകൊണ്ട് ചോദിച്ചു, മക്കളെ എന്തെങ്കിലും കിട്ടുണ്ടോ? ഒന്നുമില്ലാത്ത ഒരവസ്ഥ. രാത്രി മുഴുവനും യേശുവില്ലാതെ വലവീശിയ ശിഷ്യന്മാര് ഇതാ ഒന്നുമില്ലാത്തവരായി കാണപ്പെട്ടു. കർത്താവിനെ അവൻ അറിയുന്നത് മുമ്പും അവിടെ പടകിൽ യേശുവില്ലാതെ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ ഒന്നും പിടിച്ചില്ല. ആ പ്രഭാതം യേശു ആ പടകിലേക്ക് പ്രവേശിച്ചു, തൻ്റെ വചന ശുശ്രൂഷ നിവർത്തി. ഇതാ പത്രോസിന് പറയുന്നു, നീ പടകിൻ്റെ വലതുഭാഗത്ത് വീശുവാൻ. അവൻ വീശുന്നു, അനുഗ്രഹീതമായിരിക്കുന്നതായ ഒരു മീൻപിടുത്തം. യേശു പടകിലുള്ളപ്പോൾ സമൃദ്ധിയുണ്ട്, സമ്പന്നതയുണ്ട്. യേശുവില്ലാത്തപ്പോൾ രാത്രിയുടെ യാമങ്ങൾ മുഴുവനും നീ അധ്വാനിച്ചാലും പ്രഭാതത്തിൽ ഒന്നുമില്ലാത്തതായ അവസ്ഥയിലേക്ക് പോകുമെന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവനെ. അതുകൊണ്ട് കുടുംബങ്ങൾ യേശുവിലായിരിക്കട്ടെ. എന്നാൽ വഴിയേതാ? വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ നീ ദുസാഠ്യമില്ലാതെ, തർക്കമില്ലാതെ, കലഹമില്ലാതെ, ഭിന്നതയില്ലാതെ ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാൻ നിനക്ക് ആവശ്യമാണ്. പക്ഷേ ഇന്ന് ഏതാണ് വഴി? ഈ വഴി തിരിച്ചറിയണ്ടേ? വഴി ഏതാണെന്ന് തിരിച്ചറിയാതെ അവിടെ ഇവിടെയും തപ്പി നടക്കുന്ന ഒരു കാലമാണിന്ന്. ഒത്തിരിയേറെ വഴികളെന്നുണ്ട്. ദിനംതോറും വിശ്വാസത്തിൻ്റെ പാത ഇങ്ങനെ പുതിയ പുതിയ പാതകൾ ഇങ്ങനെ വെട്ടുകയാ. അനവധി ആളുകൾ അവിടെ നിന്നും ഇങ്ങോട്ടും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, എവിടെയാണ്, ഏതാണ് യഥാർത്ഥമായ വഴിയെന്ന് തിരിച്ചറിയുക. യിരെമ്യാ പ്രവാചകൻ്റെ വാക്യങ്ങൾ വഴിയെക്കുറിച്ച് നമ്മോട് പറയുന്നു. യിരെമ്യാവ് 6:16 വാക്യം. യിരെമ്യാ പ്രവചനം 6 അധ്യായം 16 തിരുവചനം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമമുണ്ടാകും. ദൈവത്തിൻ്റെ പ്രവാചകൻ ഇതാ ഈ അന്ത്യകാലത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഈ അന്ത്യകാലത്ത് നിവൃത്തിയാകേണ്ട ഒരു വചന സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. നീ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകയോട് ചോദിക്കണം. നീ പുതിയ വഴി വെട്ടി അതിൽ പോകുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഓരോരുത്തരും ഓരോ വഴികൾ വെട്ടുകയാ. ഭയങ്കര പരസ്യമാണ്, ഭയങ്കര കൂട്ടമാണ്, ഭയങ്കര അടയാളങ്ങളാണ്. പുതിയ പുതിയ വഴികൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ദൈവജനമേ, നിവൃത്തിയാകേണ്ട പ്രവചനം ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക. നീ വഴികളിൽ ചെന്ന് നല്ല പാത ഏതെന്ന് പഴയ വഴിയോട് ചോദിച്ച് അറിഞ്ഞ് അതിൽ നടക്കണം. പഴയ പാത അത് വിട്ടുപോകല്ലേ. പഴയ പാത അപ്പോസ്തലന്മാർ പ്രാപിച്ച വഴി, അവരേൽപ്പിച്ച വഴി, പിതാക്കന്മാരേൽപ്പിച്ചു തന്ന വഴി, അതാണ് നല്ല വഴിയെന്ന് തിരിച്ചറിയേണ്ട ഒരു കാലം, പ്രവചനം നിവൃത്തിയാകേണ്ട ഒരു കാലം നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴി ഏത് എന്നാലോചിച്ച് നീ ഇങ്ങനെ തുറന്നു കാണുന്ന എല്ലാ വഴികളിലൂടെ നടന്നാൽ ദൈവവചനം പറയുന്നു, നിനക്കൊരു സ്വസ്ഥതയും കിട്ടുകയില്ല, നിനക്കൊരു വിശ്രാമം കിട്ടുകയില്ല. നീ ഇങ്ങനെ വഴികൾ മാറി 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 പുതിയ പുതിയ വഴികൾ താണ്ടി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിനക്ക് ഒരു സ്വസ്ഥതയോ സമാധാനമോ ഒരു വിശ്രാമമോ ലഭിക്കണമെങ്കിൽ നല്ല വഴി ഏതെന്ന് പഴയ പാതയിൽ ചെന്ന് അന്വേഷിച്ച് അതിൽ നടക്കണമെന്ന കൽപ്പന തിരിച്ചറിയുക. ഇന്ന് വഴിയറിയാതെ ഒലയുകയും അഴലുകയും ചെയ്യുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളുണ്ട്. അതിന് കാരണം സ്വാർത്ഥതയോടുകൂടെ ഞാൻ മുൻ എപ്പിസോഡുകളിൽ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ ഓരോ തന്ത്രങ്ങളും ഓരോ അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ട് അവിടെയാണ് ക്രിസ്തു, ഇവിടെയാണ് ക്രിസ്തു, ഇവിടെയാണ് പരിശുദ്ധാത്മാവ്, ഇവിടെയാണ് ദൈവം, ഇങ്ങോട്ട് വരുവീനെന്ന് സ്വാഗതം ചെയ്യുമ്പോൾ
മനുഷ്യൻ ഭാരപ്പെട്ട് കഷ്ടതയിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർ അതിനൊക്കെയും ഒരു പരിഹാരം കാണുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഓട്ടം എന്തിനു വേണ്ടിയാ? യേശുവിനെ അറിയാനാണോ? യേശുവിൻ്റെ കൃപ പ്രാപിപ്പാനാണോ? അല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അതിശയങ്ങളും അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപ്പം തിന്ന് തൃപ്തി പ്രാപിച്ച ജനം കർത്താവിനെ അന്വേഷിച്ച് പിന്നാലെ പോകുന്നു എങ്കിൽ ഇന്നത്തെ ജനം അനവധിയായ ശുശ്രൂഷകളിലേക്ക്, ധ്യാനമന്ദിരങ്ങളിലേക്ക്, പല പല സുവിശേഷങ്ങളെ പിന്നാലെ മാറി മാറി പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുവിനെ കണ്ടെത്തുവാനോ, യേശുവിനെ കൃപ പ്രാപിപ്പാനോ ആണോ? സ്വന്തം മനസാക്ഷിയോടെ ചോദിക്കുക, നീ എന്തിനു പോകുന്നു? അതേ അപ്പം തിന്ന് തൃപ്തിയാകുവാൻ തന്നെയല്ലേ? നിന്റെ ഈ ലോകത്തിൻ്റെ ചില ആവശ്യങ്ങൾ, രോഗസൗഖ്യം, സാമ്പത്തികമായുള്ള മെച്ചപ്പെടൽ, കുടുംബത്തിൻ്റെ പുരോഗതി, മക്കളുടെ വിസ സംബന്ധമായ കാര്യങ്ങൾ, നിന്റെ കല്യാണ കാര്യങ്ങൾ, മക്കളുണ്ടാകേണ്ട കാര്യങ്ങൾ, പുതിയ കെട്ടിടം ഉണ്ടാകേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ നിന്റെ ഈ ലോകത്തിൻ്റെ വിവിധതരമായ ആവശ്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, ഇവിടെ വന്നാൽ സാധ്യമാകുമെന്ന് നിന്നോട് വിളിച്ചു പറയുമ്പോൾ, നിന്നെ ആ വഴിയെ ക്ഷണിക്കുമ്പോൾ, നിന്റെ ലോകപരമായ കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടിയല്ലേ ഞാനും നീയും പലപ്പോഴും ഓടുന്നെന്ന് ചിന്തിക്കുക. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ വഴിയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ എല്ലാ ദുഷ്ടതയും വലിച്ചെറിയണം, എല്ലാ തിന്മയെയും നീ വലിച്ചെറിയണം. സകല തിന്മയെയും വലിച്ചെറിഞ്ഞിട്ട് യേശുവിനെ നീ ചുംബിക്കുന്നുവെങ്കിൽ തീർച്ചയായും നീ അനുഗ്രഹിക്കപ്പെടും. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, യെഹെസ്കേൽ 18:31 നമ്മോട് പറയുന്നത്, നിന്റെ അതിക്രമങ്ങളെയൊക്കെയും വലിച്ചെറിയുക എന്നാണ്. അതിക്രമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് പുത്രനെ ഒന്ന് ചുംബിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അവിടെ ഇവിടെയൊന്നും ഓടേണ്ട കാര്യമില്ല. തിന്മയെ ഉപേക്ഷിക്കുക, നീ അനുതപിക്കുക, നീ മാനസാന്തരപ്പെടുക. യേശുവിന് നിന്റെ ഹൃദയത്തെ കൊടുക്കുക. ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് ഉരുവാകുമ്പോൾ നിന്റെ എല്ലാ ബന്ധനങ്ങളും വഴിയും, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും, നിന്റെ രോഗങ്ങളെല്ലാം മാറും. അതിനുവേണ്ടി നീ അവിടെ എവിടെയും ഈ വഴി തപ്പി നടക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവനെ, ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ യഥാർത്ഥമായി നീ സ്വീകരിക്കണമെങ്കിൽ നിന്റെ അതിക്രമങ്ങളെ, നിന്നിലുള്ള തിന്മകളെ നീ വലിച്ചെറിയണം. നിന്നുള്ളതായ സ്വാർത്ഥതയെ നീ വലിച്ചെറിയണം. നിന്നുള്ളതായ ഈ മർക്കടമുഷ്ടികളൊക്കെ നീ മാറണം. നിന്റെ ദുസ്സാധ്യമൊക്കെയും മാറണം. ഇതെല്ലാം നിന്നിൽ നിന്ന് മാറ്റിയിട്ട് നിന്റെ ഹൃദയം ശൂന്യമാക്കി അത് തുറന്ന പാത്രമായി യേശുവിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നിന്നിലേക്ക് വരികയും ബാക്കി നിന്റെ കാര്യങ്ങളെല്ലാം അവൻ ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശു കർത്താവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിന്റെ ആവശ്യങ്ങളൊക്കെയും നീ അറിയുന്നതിന് മുമ്പേ അറിയുന്നവനായ കർത്താവ് അതെല്ലാം മുന്നമേ കണ്ട് നിനക്ക് വേണ്ടി സാധിച്ചു തരും. പ്രിയപ്പെട്ടവൻ, നീ ഇങ്ങനെ ആകുലപ്പെട്ട് അവിടെ ഇവിടെയും ഓടണ്ട. അതുകൊണ്ട് നിനക്കൊരു വിശ്രാമം വേണോ? നീ പുതിയ വഴികൾ തേടി ഓടുകയല്ല വേണ്ടത്. നീ നിൽക്കുന്ന നിന്റെ പിതാക്കന്മാരുടെ പാതയിൽ നിന്നുകൊണ്ട് പഴയ വഴിയിൽ ചെന്ന് നല്ല വഴി ഏതും തിരിച്ചറിഞ്ഞ് അതിൽ നടക്കുവാനുള്ള കൽപ്പന പാലിച്ചാട്ടെ. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാനും നിങ്ങളും വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കുക, ഹൃദയം യേശുവിന്